നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് 7:30-ക്ക് 8 തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. നമ്മൾ കമലിലേക്ക് പോവുകയാണ്. കമൽ ഉള്ളത് മേപ്പാടിയിലെ ആശുപത്രിയിലാണ്. കമൽ, 7 മണി കഴിഞ്ഞു സമയം. പുത്തുമലയിലേക്ക് മൃതദേഹങ്ങൾ പോകാൻ തുടങ്ങിയോ? ഉടനെ തന്നെ കൊണ്ടുപോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു ആംബുലൻസ് മോർച്ചറിയുടെ സമീപത്തേക്ക് നീക്കിയിട്ടുണ്ട്. കലക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ വരാനുണ്ടെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. ആ ഓർഡർ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആംബുലൻസ് മുന്നോട്ട് നീക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊന്ന്, അതിനൊരു ഡിലേ വരാൻ കാരണം പാലക്കാട് നിന്നുള്ളൊരു കുടുംബം ഈ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ആ മോർച്ചറിയിൽ എത്തിയിരുന്നു. അതിൻ്റെ ഒരു ഡിലേയും ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴെന്തായാലും ഉടൻ ഇറക്കും. 8 മൃതദേഹങ്ങൾ കൊണ്ടുപോകുമെന്നാണ് മന്ത്രി കെ രാജൻ കൽപ്പറ്റയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 8 മൃതദേഹങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ എന്നാണ് മന്ത്രി അറിയിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ ഇറക്കും. പുത്തുമലയിലേക്ക് കൊണ്ടുപോകും എന്നാണ് കരുതുന്നത്. ആംബുലൻസ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുന്നിലുള്ള വഴിക്കടുത്തേക്ക് നീക്കി നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് മൃതദേഹം ഇപ്പോൾ ഇറക്കും എന്ന് ആരോഗ്യ പ്രവർത്തകരൊക്കെ PP കിറ്റ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് പുത്തുമലയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റെങ്കിലും സമയം വേണം ആംബുലൻസിന് അവിടെ എത്താൻ. അരമണിക്കൂറോളം സമയം തന്നെ എടുക്കും. കാരണം റോഡിൽ നിന്ന് തേയിലത്തോട്ടത്തിലേക്ക് 1 കിലോമീറ്റർ കൂടെ കയറി വേണം അവിടെ ഈ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്താൻ. ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടത്തിലാണ് ഈ പൊതു സംസ്കാര ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് ഇടപെട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം ലഭ്യമാക്കിയത്. ഇന്നലെ സർവകക്ഷി യോഗം പഞ്ചായത്തിൽ ചേർന്നിരുന്നു. അതിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാവുകയും അവിടെ പൊതു സംസ്കാരം നടത്താനുള്ള തീരുമാനമുണ്ടായത്. ഹാരിസൺ മലയാളം കമ്പനി അധികൃതരുമായി സംസാരിച്ചാണ് ഭൂമി ലഭ്യമാക്കിയത്. അവിടെ ആ ഭാഗത്ത് പ്രത്യേകിച്ച് പുത്തുമല മുതൽ അങ്ങോട്ട് പോകുമ്പോൾ പുത്തുമലയായാലും ചൂരൽമലയായാലും അട്ടമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭൂമിയുടെ സിംഹഭാഗവും ഹാരിസൺ കമ്പനിയുടെ കൈവശത്തിലാണ്. മറ്റ് സ്വകാര്യ ഭൂമികൾ അവിടെ വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. പിന്നീട് വനഭൂമിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമി ഇതിനായി പഞ്ചായത്ത് അധികൃതർ ലഭ്യമാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം ഈ സംസ്കാരത്തിനായി കൊണ്ടുപോകും. ശരി, നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, 2 ദൃശ്യങ്ങളുണ്ട്. ഉള്ളലയ്ക്കുന്ന കാഴ്ചയാണ് വയനാട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവിടെ കൂട്ടസംസ്കാരത്തിനായി എടുത്തിരിക്കുന്ന കുഴികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മണ്ണിലേക്ക് അവർക്ക് മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും അവരെ, എല്ലാ ആദരവോടും കൂടിയായിരിക്കും അവർക്കുള്ള യാത്രയയപ്പ്. കണ്ണീരോടെ വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് ആ നാട്. മറ്റൊന്ന്, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അടഞ്ഞു കിടക്കുന്നത് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലെ വാതിലാണ്. അത് തുറന്ന് അല്പസമയത്തിനകം തന്നെ 8 മൃതദേഹങ്ങൾ, തിരിച്ചറിയാൻ കഴിയാത്ത അജ്ഞാതരായ 8 മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കും. എല്ലാ ക്രമീകരണങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട്. ആംബുലൻസുകൾ അവിടെ സജ്ജമാണ്. ആ 8 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ആ വാതിൽ, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ഉറ്റവരില്ലാത്തവരാണ് ഈ നിമിഷം അവർ. പക്ഷേ അവർക്ക് അർഹിക്കുന്ന എല്ലാ ബഹുമാനവും എല്ലാ ആദരവും നൽകി അവരെ യാത്രയാക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടന്നു കഴിഞ്ഞിട്ടുണ്ട്, സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കണ്ണൻദേവൻ്റെ, പുത്തുമലയിലെ കണ്ണൻദേവൻ എസ്റ്റേറ്റിലെ പ്ലാന്റേഷനിലേക്ക് കൊണ്ടുപോകും. അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും. നേരത്തെ കമൽ പറഞ്ഞു പാലക്കാട് നിന്ന് ഒരു കുടുംബം വന്നു, അതാണ് ഒരു പക്ഷേ ഈ വൈകാനുള്ള കാരണമെന്ന്. അതായത് അവിടേക്ക് എത്തിയോ, ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിയോ, മുഴുവൻ മൃതദേഹങ്ങളെയും നോക്കിയോ അവർ? കമൽ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. ആ കുടുംബം നേരത്തെ തന്നെ ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ പുറത്തേക്ക് വന്നതായി ഞാൻ കണ്ടില്ല. അവർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിറ്റി ഹാളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയുകയുമില്ല. മറ്റൊന്ന്, കലക്ടറുടെ ഒരു ഉത്തരവ് വരേണ്ടതുണ്ട്. ഈ മൃതദേഹങ്ങൾ റിലീസ് ചെയ്യാനെന്ന് പറഞ്ഞിരുന്നു. അതിനും കുറച്ച് ഡിലേ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും
അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ തന്നെ നേരത്തെ നിശ്ചയിച്ചതിലും ഒരുപാട് വൈകി 4:30 സംസ്കാര ചടങ്ങ് എന്നൊക്കെയായിരുന്നു പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകി, സമയം 7 മണിയായിരിക്കുന്നു. 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉള്ള നടപടികൾ പോലും ആയിട്ടില്ല. ഇപ്പോൾ ഏത് സമയത്തും ഉടനെ തന്നെ പുറപ്പെടും. എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ്, ആംബുലൻസ് റെഡിയാണ്. ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇതിനായി തയ്യാറെടുത്ത് കാത്തു നിൽക്കുകയാണ്.